നമസ്കാരം, പ്രേമരാജൻ മുന്നാട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ചില ആളുകൾക്ക് കുരുപൊട്ടും, നല്ല കുരുപൊട്ടുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കണ്ണൂർ ജില്ലയിൽ എന്നല്ല, കേരളത്തിൽ തന്നെ 3 ജയരാജന്മാർ തമ്മിലുള്ള ചക്രത്തിൽ പോരാട്ടം, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് ചില ആളുകളെ കരുവാക്കി ചില ആളുകളുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 2 പത്ര സമ്മേളനം കണ്ടപ്പോൾ ആണ് പറയേണ്ടി വന്നത്. EP ജയരാജൻ പറയുന്നത് കേട്ടു, അർജുൻ നായങ്കിയാണ് വിഷയം, അർജുൻ നായങ്കി പാർട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എന്താണ് എന്ന്. MP ജയരാജേട്ടൻ പറയാണ് തൂക്കിയെടുക്കണം അദ്ദേഹത്തെ. ശരിക്ക് കളമശ്ശേരിയിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സംശയിക്കാതിരിക്കാൻ വയ്യ. കാരണം ഇവർ തമ്മിലുള്ള ഒരു മത്സര ബുദ്ധിയുടെ ഭാഗമാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ MP ജയരാജേട്ടനും പിന്നെ ഗോവിന്ദ മാഷെല്ലാം പറയുന്നുണ്ട് നമ്മളാണ് പാർട്ടി, നമ്മളാണ് കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ അർജുൻ നായങ്കിയും ആകാശ് തിലകരിയും പാർട്ടി അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ്? എന്തവകാശം? അത് തന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ എന്താ പറയുന്നത്, പാർട്ടി സംരക്ഷകരുമായിട്ടുള്ള പല ആളുകളുണ്ട് വന്നിട്ട്, നമ്മൾ വിരുദ്ധരും അവർ അനുകൂലികളും. സഖാബ് EMS ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. EMS പറഞ്ഞത്, നിങ്ങൾക്ക് അനുകൂലമായി മാധ്യമങ്ങളോ പത്രങ്ങളോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളോ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എന്തോ പിശകുണ്ട് എന്ന് മനസ്സിലാക്കണം. നിങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരായ പാതയിലാണെന്ന് പഠിപ്പിച്ചു തന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന EMS. അപ്പം നിങ്ങൾ കുറേ ആളുകൾ വന്നിട്ട് ഇതിനെ കൈയടിച്ച് ഇവരെ പോലുള്ള ആളുകൾ പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ, ബംഗാളിൽ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ട്, ഒന്ന് പോയി കാണണം. അവിടുത്തെ പാർട്ടി ഓഫീസിലെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇപ്പം ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ, തുരുമ്പിച്ച കുറേ വണ്ടിയും നിറന്ന് പീഗൻ ലൈറ്റും മന്ത്രി കാറുകളും നിറഞ്ഞിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരാൾ പോലും വല്ലപ്പോഴും ആരെങ്കിലും വന്നാലായി എന്നാണ് പറയുന്നത്, അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ നിലയിലേക്ക് ഈ കേരളത്തെയും എത്തിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കതിൽ പ്രയാസമുണ്ട്. അപ്പോൾ ഈ നിലയിൽ പാർട്ടി പോകുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നു അർജുൻ നായങ്കി പാർട്ടിയാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളാരാണ്? നിങ്ങൾ ഈ പാർട്ടിയുടെ നേതൃത്വം, നമ്മളെപ്പോലുള്ള ആളുകൾ നിങ്ങളെ ഏൽപ്പിച്ച നേതൃത്വം, നമ്മളൊന്നും അനുഭവിക്കാതെ സുഖലോലിപതയും അധികാര ശീതള ചായയും പിന്നെ ആസ്വദിച്ച ആളുകൾ. പക്ഷെ നമ്മൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളത് അനുഭവിക്കാൻ കാരണം. ഇത് നിങ്ങൾ ഓർമ്മിക്കണം. 5 ലക്ഷത്തോളം വരുന്ന ഇവിടുത്തെ 5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാരും അതുപോലെ തന്നെ അനുഭാവികളും, 2-3 ലക്ഷം വരുന്ന അനുഭാവികളും, അത് കഴിഞ്ഞ് ഒരു 80-110 വരുന്ന പോളിറ്റ് ബ്യൂറോ മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ വരുന്ന ഇതിനകത്ത് വരുന്ന ആളുകൾ മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ അധികാരത്തിൽ പോയിട്ട് 35 സീറ്റല്ല 25 സീറ്റ് പോയിട്ട് ബംഗാളിനേക്കാൾ അപ്പുറം ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൽ വരും. സംശയം എന്താ? അപ്പം നമുക്കും അഭിപ്രായം പറയില്ലേ? ഇപ്പോൾ പാർട്ടി ഫണ്ടുകൾ നടക്കുകയാണ്. പാർട്ടി ഫണ്ട് ആയെങ്കിലെടുത്തും വാങ്ങും, നമ്മളെടുത്തും വാങ്ങും. നമ്മളെടുത്ത് വാങ്ങിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതിനു മുന്നെയും രക്തസാക്ഷി ഫണ്ടിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് KK രാഗേഷ് പറഞ്ഞ ബഹുജനവും പൊതുജനവും. അന്ന് നമ്മളും കൊടുത്തിട്ടുണ്ട് പൈസ, ഞാനും കൊടുത്തിട്ടുണ്ട് പൈസ. ഞാൻ കൊടുത്തതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ ദേശാഭിമാനി പത്രം ഇയർലി സ്കീമിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്, ചിന്ത ചേർത്തിട്ടുണ്ട്, സ്ത്രീശക്തി ശബ്ദമുണ്ട്, കർഷകനാഥമുണ്ട്, അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വരുമാനം തന്നെയാണ്. അപ്പോൾ നമുക്കും അഭിപ്രായം പറയാനുള്ള അവസരം. നിങ്ങൾ മാത്രമാണ് പാർട്ടി എന്ന ചിന്താഗതി തെറ്റാണ്. അർജുൻ നായങ്കി എന്ന് പറയുന്ന വ്യക്തിയെ ഈ നിലയിലേക്ക് എത്തിച്ചതിൽ നിങ്ങളുടെ പങ്ക് കൃത്യമായിട്ടില്ലേ എന്ന് നിങ്ങൾ ആരെ പ്രസാദിപ്പിക്കാനാണ് ഈ തള്ളിപ്പറയൽ? ആരെ പ്രസാദിപ്പിക്കാനാ തള്ളിപ്പറയൽ? തള്ളി പാർട്ടി അവരെ പുറത്താക്കി, അവരെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നത്. അത് നിങ്ങൾ ഈ പാർട്ടിയിലുള്ള പാർട്ടിയോട് അനുഭാവം പ്രവർത്തിക്കുന്ന നമ്മളിപ്പോഴുള്ള പ്രവർത്തകരുടെ മനോവിരന്താർക്കലാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാരെയും മാധ്യമങ്ങളെയും ഇവിടുത്തെ RSSകാരെയും മറ്റുള്ള പാർട്ടിക്കാരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ തള്ളി, ആയെങ്കിൽ തള്ളി, മറ്റേ ആകാശ് തിലകരെ തള്ളി എന്നൊക്കെ പറയുമ്പോൾ അവരൊന്നും നിങ്ങൾക്കൊരു വോട്ട് നാളെ ചെയ്തു തരുമോ, നിങ്ങളെ കൂടെ വരികയോ ചെയ്യില്ല. അപ്പോഴും ഈ പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ എന്നെ പോലുള്ളവരും ആകാശ് തിലങ്കേരിയെ പോലുള്ളവരും മാത്രമേ ഉണ്ടാവുള്ളൂ. വഞ്ഞേരി രവിയാട്ടനെ പോലെ ആകാശ് തിലങ്കേരിയെ പോലെ RSSനോട് പ്രതിരോധിച്ച് നിന്ന ആ ചെറുപ്പകാലം മുതൽ കാണുന്ന ഒരാളാണ്.
അപ്പൊ അന്നേരം ഇവരൊന്നുണ്ട്, നിങ്ങൾ ഇവരെ പ്രസാദിപ്പിക്കാൻ, ആരെയൊക്കെ പ്രസാദിപ്പിക്കാൻ ബീഫ് ചലഞ്ച്, ബീഫ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് പിന്നെ അവരുടെ അയ്യപ്പ സംഘം ഇങ്ങനെ എന്തൊക്കെയല്ലോ നടത്തുകയാണ്. ഇത് സുധാകരനോ അങ്ങനെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കും. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പോറൽ സംഭവിച്ചോ? നമ്മുടെ ധീരജ് എന്ന് പറയുന്ന ഉശരനായ ചെറുപ്പക്കാരനെ കൊന്ന പൈലിയെ, ആ പൈലിയെ ഇന്ന് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. സുധാകരൻ ചേർത്ത് പിടിച്ചു, കൊന്ന് ആ രക്തസാക്ഷി അപമാനിക്കുന്ന നിലയിൽ സംസാരിച്ചു. എന്നിട്ട് അവർ അധികാരത്തിൽ വരാതിരുന്നോ? ആരെ പ്രസാദിപ്പിക്കാൻ? പാർട്ടിയുടെ ലൈനിൽ മാത്രം. നിങ്ങളൊന്നും പറയണ്ട, തള്ളി പറയും വേണ്ട, കൊള്ളും വേണ്ട. മാധ്യമങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ വിഷയത്തിൽ മറുപടി അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ? കഴിഞ്ഞ ദിവസം KM ഷാജിയോട് കുത്തി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്കത് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിണറായി വിജയനോട് പല കാര്യങ്ങളും ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം MP ജയരാജേട്ടൻ്റെ പ്രസ്താവന വന്നതോടുകൂടി അർജുൻ ആയങ്കി എന്ന് പറയുന്ന ആളുകൾക്ക് ആരാധകരും അനുകൂലികളും കൂടുകയേ ചെയ്തിട്ടുള്ളൂ. അത് ഇവിടുത്തെ പാർട്ടി മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അദ്ദേഹത്തെ അനുകൂലിക്കുകയേ ചെയ്യുന്നുള്ളൂ. എനിക്കുൾപ്പെടെ അദ്ദേഹത്തോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാലഘട്ടത്തിൽ DC ഓഫീസിന്റെ മുക്കിലും മൂലയിലും ഊണും ഉറക്കവും താമസവും ഉണ്ടായിരുന്ന ഒരാളല്ലേ അവർ രണ്ടുപേരും. ഇപ്പല്ലേ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ പിറകിൽ നിന്ന് കുത്തറും. ഈ പിറകിൽ നിന്ന് കുത്തുന്ന സ്വഭാവം എല്ലാവരും ഉണ്ട്, അത് അനുഭവിച്ച കുറേ ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളെ കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പാർട്ടിയെ നിങ്ങൾ പറയുന്ന അവർ വർഗവഞ്ചകർ, ഇവർ വർഗവഞ്ചകർ, നമ്മൾ പാർട്ടി വിരുദ്ധം നിന്ന്. ശരിക്കും പാർട്ടി വിരുദ്ധത ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഓരോ പത്രസമ്മേളനവും ഓരോ പ്രസ്ഥാനവും ഈ പാർട്ടിയിൽ നിന്ന് അനേകർ കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഈ പാർട്ടിയെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ഒന്നിക്കൽ പ്രസ്താവന ഇറക്കാതിരിക്കുക, അല്ല ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക. ഇവരെയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിലും മൗനമായി നിൽക്കൂ, അതിനവർ നേരിട്ടോളാം. അപ്പം അതുകൊണ്ട് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെമ്പർമാരും ലോക്കൽ കമ്മിറ്റി അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമല്ല, എനിക്കും ഈ പാർട്ടിയിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മളുടെ കൂടി പാർട്ടിയാണ്. സഖാവ് AKജിയുടെ വാക്കുകൾ ഓർമ്മിക്കണം. സഖാവ് AKജിയെ ജയിലിൽ നിന്ന് സാറേ എന്ന് തടവുകാർ വിളിച്ചപ്പോൾ സാറേ എന്ന് വിളിക്കരുത്, സഖാവെ എന്ന് വിളിക്കണം. നമ്മൾ ഒന്നാണ്, ഞാനും നിങ്ങളുമാണ്, ഞാൻ സാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാതൃക MP ജയരാജനും നാട്ടുകാരനും കൂടിയാ ആ മാതൃക ഉണ്ടാക്കിയിട്ട് നമ്മളെ പോലുള്ളവരെയൊക്കെ ഒന്ന് നല്ല നിലയിൽ കാണാൻ പഠിക്കുക. വെറുതെ ന്യായീകരിച്ച് എന്താ പറയുക അനവസരത്തിൽ പ്രസ്താവന നടത്തിയിട്ട് വെറുപ്പ് സമ്പാദിക്കല്ല. നിങ്ങളെയൊക്കെ ജനങ്ങൾ വല്ലാണ്ട് വെറുത്തു തുടങ്ങി. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കുറേ ആൾക്ക് കുറി പൊട്ടും, കുറേ ആള് ഭീഷണിയോ എന്ത് ഉണ്ടായാലും ഇതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെ പറയുന്നത്, നിങ്ങൾ എന്ത് നയിക്കലും ഇത്തരം പരിപാടികൾ നിർത്തണം. നിങ്ങൾ അണികളെ, സാധാരണക്കാരനായ പ്രവർത്തകരെ അവഹേളിക്കുന്ന നിലയിലുള്ള പ്രസ്താവനകൾ നിങ്ങൾ നിർത്തണം. നിങ്ങൾ മാത്രമല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ ആർക്കും തീരെഴുതി കൊടുത്ത് ആരെയും കമ്പനിയാക്കിയിട്ടൊന്നുമില്ല. നിങ്ങളെ നേതൃസ്ഥാനത്തേക്ക് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് ഇല്ലാതാക്കാനും ഈ ജനം വിചാരിച്ചു, അത് ഒന്ന് സാധിച്ചിട്ടുണ്ട്. ഇനി ബംഗാളിനെയും ത്രിപുരയും അപ്പുറമാക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്കായും. പക്ഷെ അവർ നെഞ്ചിലെ ചെങ്കൊടി അതുപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ലാൽ സലാം.